ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെന്ന് പറയുന്നത് ഒരു പ്ലേ ആണ് കേട്ടോ. കാവാലം നാരായണ പണിക്കരുടെ ഒരു പ്ലേ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്ലേയുടെ പേര് ദ ലോൺ ടസ്കർ. പേജ് നമ്പർ 141 ടെക്സ്റ്റിലുണ്ട്. അതായത് ഒറ്റയാൻ. അപ്പം ആദ്യമേ നമുക്ക് കാവാലം നാരായണ പണിക്കരെ കുറിച്ച് പറയാം. അദ്ദേഹം ഈ തിയേട്രിക്കൽ ആർട്സ് എന്ന് പറയുന്ന ആ ഒരു ജാണറിൽ പെടുന്ന ആളാണ്. അതായത് ഫോക്ക് ആണെങ്കിലും ക്ലാസിക്കൽ ആണെങ്കിലും സോങ്സ് ഉണ്ടല്ലോ, കൂത്ത്, കൂടിയാട്ടം, കഥകളി, പിന്നെ നാടകം, തെയ്യം, തിറ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. അതായത് എഴുതുന്നത്, ഒരുപാട് ഡ്രാമാസ് ബേസ് ചെയ്തിട്ടുണ്ട്, സാൻസ്ക്രിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു പ്ലേ റൈറ്റ് ആണ്, പോയറ്റാണ്. മലയാളം ഫിലിംസിന് വേണ്ടി അദ്ദേഹം ലിറിക്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ സോപാനം എന്നുള്ള തിയേറ്റർ ഗ്രൂപ്പിന്റെ ഉടമ കൂടിയാണ്, ഫൗണ്ടർ ഡയറക്ടറാണ് കാവാലം നാരായണ പണിക്കര്. മരിച്ചുപോയി 2016. പിന്നെ അദ്ദേഹത്തിന്റെ വർക്ക്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോവംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നീ കേട്ടിട്ടുണ്ടായിരിക്കും. മറ്റേ കറുകറക്കാർ മുകിൽ കൊമ്പനാനപ്പുറത്തെന്നും പറഞ്ഞ ആ സോങ്. അതുപോലെ അദ്ദേഹത്തിന്റെ മകന് നല്ലൊരു പാട്ടുകാരനാണ്, കാവാലം ശ്രീകുമാർ എന്നങ്ങാണ്ട പേര്. പിന്നെ ഈ നെടുമുടി വേണു, അങ്ങനെയുള്ളൊരു ഗ്യാങ് ഉണ്ടല്ലോ, കാവാലം നെടുമുടി വേണു ഗ്യാങ് എന്നൊക്കെ പറയുന്നത് ഈ പാട്ടിന്റെയും ഈ തിയേറ്ററിന്റെയും ഡ്രാമയുടെയും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ. ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന്റെ വർക്ക്സിനകത്ത് ഇദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്ക്സ് എന്ന് പറയുന്നത് ശാകുന്തളം, കർണാഭരം, പിന്നെ വിക്രമോർവശീയം, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പ്ലേസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒറ്റയാൻ എന്നൊക്കെ പറയുന്ന ഒരു ഡ്രാമയാണ്. ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്. സോപാനം നമുക്ക് ഉപ്പുമുളകിലെ ആ മെയിൻ ആക്ടർ ഉണ്ടല്ലോ, എന്താണ് നമ്മുടെ ആ പ്രോട്ടഗോണിസ്റ്റ് ഉണ്ടല്ലോ, മെയിൽ ക്യാരക്ടർ, അയാളൊക്കെ ഈ സോപാനം എന്നുള്ള തിയേട്രിക്കൽ ഗ്രൂപ്പിനകത്ത് പെടുന്ന ആളാണ് കേട്ടോ. ഈ ലോൺ ടസ്കർ എന്ന് പറയുന്നത് KS നാരായണ പിള്ളയാണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതൊരു സെൽഫ് റിഫ്ലെക്സീവ് പ്ലേ ആണ്. പേജ് നമ്പർ 142 കൊടുത്തിട്ടുണ്ട്. സെൽഫ് റിഫ്ലെക്സീവ് പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു പ്ലേ ആണെന്ന് അത് വെച്ചാൽ അത് കണ്ടുകൊണ്ടിരിക്കും. നാടകത്തിലെ നാടകം, അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ റീഡേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് അല്ലെങ്കിൽ സ്പെക്ടേറ്റേഴ്സ്, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക? വെറുതെ ഒരു സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കാതെ അത് നാടകമാണെന്ന് തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുകയും ചെയ്യുക. അതായത് ഒരു റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ ഒരു സ്റ്റോറി കാണാൻ എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് കാവാലം നാരായണ പണിക്കർ ഈ ഒരു ഡ്രാമ എഴുതിയിരിക്കുന്നത്. അതായത് ഇത് മൊത്തം ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്, ഒരാൾ അഭിനയിക്കുകയാണ് എന്ന് മനസ്സിൽ റീഡേഴ്സിന്റെ മൈൻഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു എയിമോട് കൂടിയാണ് ഇദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരുപാട് രീതിയിലുള്ള സ്റ്റൈലിസ്റ്റിക് വേരിയേഷൻസ് ഒക്കെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ എന്താ പറയുക, ഇതൊരു ആർട്ടിസ്റ്റ് ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്ലേ ആണ്. ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്ലേ എന്ന് വെച്ചാൽ അയാളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന പ്ലേ ആണ്. സോ കൂടുതൽ കോസ്മെറ്റിക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. പിന്നെ എന്താ പറയുക, സെറ്റൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഡ്രാമയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റോറിയാണ്. ആ ഡ്രാമ കളിക്കുന്ന നടന്റെയും അതുപോലെ തന്നെ നമ്മുടെയും ഒക്കെ സ്റ്റോറിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്ലേ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തെ ആക്ടർ എന്ന് പറയുന്നത് ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഓഡിയൻസിന്റെ അടുത്ത് ഡയറക്റ്റ്ലി സംസാരിക്കുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഒരു കുഞ്ഞൊരു സ്റ്റോറിയാണ്. ഒരു ഒറ്റയാൻ, കാട്ടിൽ അകപ്പെട്ട ഒറ്റയാൻ. അതേപോലെ ആ ഒരു കാര്യത്തിനെ വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ ഒരു സ്റ്റോറി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഒറ്റയാൻ എങ്ങനാണോ കൂട്ടം തെറ്റി കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നത്, അതേപോലെയാണ് ഒരു ആർട്ടിസ്റ്റിനെ ഇവിടെ കാണിച്ചേക്കുന്നത്. എന്ത് ചെയ്യണം, ഒറ്റയാനെ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും ഒന്ന് മെരുക്കിയെടുക്കും, ടൈം ചെയ്തെടുക്കും. അപ്പം ഇവിടെ ചാക്യാർ എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു ഡ്രാമ ഇനാക്ട് ചെയ്യുന്നത്. ചാക്യാർ ഇതുപോലെ ഒറ്റയാനായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ റൈറ്റർ, നമ്മുടെ പ്ലേ റൈറ്റ്, നമ്മുടെ കാവാലം നാരായണ പണിക്കർ. ഓക്കെ. അപ്പം ഈ ഒരു സ്റ്റോറിയെ നമുക്ക് പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പം നറേറ്റർ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് പരമേശ്വരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അയാളൊരു ചാക്യാരാണ്. അയാൾ കൂത്ത് അല്ലെങ്കിൽ ഡ്രാമ പെർഫോം ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതൊരു ലോൺ ടസ്കർ അല്ലെങ്കിൽ ഒറ്റയാൻ എന്ന് പറഞ്ഞ പ്ലേ എന്ന് പറയുന്നത് ഒരു ലോകധർമ്മി പ്ലേ ആണ്. ലോകധർമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൂ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു പ്ലേ ആണ്. നാട്യധർമ്മി പ്ലേ എന്ന് പറഞ്ഞ വേറൊരു പ്ലേയും ഉണ്ട്. നാട്യധർമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മിസ് നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ്യൂംസും സ്റ്റൈലും
അങ്ങനെ കുറേ ക്യാരക്ടേഴ്സും ഈ പളവള മിന്നുന്ന കർട്ടനും ഈ സെറ്റും ഒക്കെ കാണും. അങ്ങനെയുള്ള പ്ലേ അല്ല ഈ ലോകധർമ്മി പ്ലേ. ലോകധർമ്മി പ്ലേ എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലേ. നാട്യധർമ്മി പ്ലേ എന്ന് വെച്ചാൽ മിസ് ഈ പറഞ്ഞ പോലെ സെറ്റും കാര്യങ്ങളും കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടുള്ള പ്ലേ. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ലോകധർമ്മി പ്ലേ ആണ്. ഓക്കെ. പിന്നെ പരമേശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? അയാൾ പരമേശ്വരൻ എന്ന് പറഞ്ഞ ചാക്യാർ സ്വയം വിശേഷിപ്പിക്കുന്നത് ഞാൻ നല്ലപോലെ സംസാരിക്കും, ഞാൻ നല്ലൊരു സംസാരപ്രിയനാണ്, അല്ലെങ്കിൽ ഞാൻ നല്ലപോലെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട്. പരമേശ്വരൻ ഒരു ദിവസം ഭാര്യയുമായി വഴക്കുണ്ടാക്കിയിട്ട് ജംഗിളിൽ ഒറ്റപ്പെട്ടു പോകും. ഓക്കെ. അപ്പം ഇതാണ് കഥ. അവസാനം ഇയാൾ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇയാളൊരു ആനയെ പോലെ പെരുമാറുവാണ്. ഒരു ട്രൈബൽ മനുഷ്യൻ വരും, ഇയാളെ കാണും. ട്രൈബൽ മനുഷ്യൻ ഇയാളെ കാണുമ്പോൾ ഉടനെ വിചാരിക്കും ഒരു ആനയാണെന്ന്. ട്രൈബൽ മനുഷ്യനെ അത്രയ്ക്ക് വലിയ ബുദ്ധിയുള്ള മനുഷ്യനായിട്ടല്ല ഇവിടെ കാണിച്ചേക്കുന്നത്. ട്രൈബൽ മനുഷ്യൻ ഇങ്ങനെ ചാക്യാരെ കാണുമ്പോൾ, അതായത് ഭാര്യയുമായിട്ട് വഴക്കിട്ട് വെളിയിൽ ഇറങ്ങി പോകുന്ന ചാക്യാർ കാട്ടിലകപ്പെടുകയും ഒരു ആനയെ പോലെ പെരുമാറുന്നു ഒരു ട്രൈബൽ മനുഷ്യനെ കാണുമ്പോൾ. ആനയാണെന്ന് കരുതി ഇങ്ങേരെ കൊണ്ട് ട്രൈബൽ മനുഷ്യൻ മൂപ്പനാർ എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് കൊണ്ടുപോകുന്നു. പിന്നീട് എന്താണ് നടക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത്. മൂപ്പനാറിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ആനയാണെന്ന് കരുതിയല്ലോ, അപ്പോൾ ആനയെ കുരുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബോളം വെക്കുന്നു കാളിയുടെ മുമ്പിൽ. ഓക്കെ. അപ്പം ഇയാൾ പറഞ്ഞു എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ. ചാക്യാർ പറയുവാണ് എനിക്ക് നിങ്ങളെ പരിചയമില്ല, അപ്പം എനിക്ക് നിങ്ങളോട് പരിചയം പുതുക്കണം എന്നൊക്കെ പറയുന്നു. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. അങ്ങനെ കുറേ സംസാരിച്ചിട്ട് ഇയാൾ പറയും ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീടൊക്കെ വെച്ച് തരാമെന്നൊക്കെ സംസാരിക്കുന്നു. ഓക്കെ. ഇങ്ങനെയൊക്കെയാണ് കഥ പോകുന്നത്. ഒരു ഇതില്ലാതെയാണ്, കണക്ഷനൊന്നും ഇല്ലാതാണ് കഥ പോകുന്നത്. പിന്നെ ചാക്യാരുടെ വൈഫ് എന്ന് പറയുന്നത് നങ്ങ്യാർ എന്നാണ് കേട്ടോ പറയുന്നത്. നങ്ങ്യാർ ഒരു മെറ്റാലിക് ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യും, അതിൻ്റെ പേര് കുഴിത്താളം എന്നാണ്. പിന്നെ നമ്മുടെ ചാക്യാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ വെച്ച് ഒരു ഒറ്റക്കൊമ്പനെ കാണുന്നുണ്ട്. പിന്നെ ആ സമയത്താണ് നമ്മുടെ ചാക്യാർ, അതായത് പരമേശ്വരൻ എന്ന് പറഞ്ഞ ആളൊരു വുഡ്സ്മാനെ കാണുന്നത്. മരം വെട്ടുകാരെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. വുഡ്സ്മാൻ. ഈ വുഡ്സ്മാനാണ് മൂപ്പനാറിൻ്റെ അടുത്തോട്ട് ചാക്യാരനെ കൊണ്ടുപോകുന്നത്. മൂപ്പനാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൈബൽ വില്ലേജിലെ ഹെഡ്. മൂപ്പനാർ എന്താ പറയുന്നത്, മൂപ്പനാറിന് മദർ കാളിക്ക്, അതായത് കാളിയമ്മയ്ക്ക് ഈ ചാക്യാരെ സാക്രിഫൈസ് ചെയ്യണം. പിന്നെ ഈ പരമേശ്വരൻ നമ്മുടെ വുഡ്സ്മാനെയും മൂപ്പനാറിനെയും കാട്ടുപൂച്ച എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ, വൈൽഡ് ക്യാറ്റ്സ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പകരം പരമേശ്വരൻ എന്ത് ചെയ്യും, ഒരു ഓഫർ കൊടുക്കും മൂപ്പനാറിന്റെ മുമ്പ് വെച്ചൊരു ഡ്രാമ പെർഫോം ചെയ്യാമെന്ന്. ആ ഡ്രാമ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഡ്രാമയാണ് ഇയാൾക്ക് വേണ്ടി ഒരു വീട് പണിഞ്ഞു കൊടുക്കാം, അതായത് മൂപ്പനാർക്ക് വേണ്ടി ഒരു വീട് പണിഞ്ഞു കൊടുക്കാം എന്നുള്ള ഡ്രാമ പെർഫോം ചെയ്യുവാണ്. പരമേശ്വരന്റെ റോൾ എന്താണ്? ഒരു എലിഫന്റ് തടിക്കഷ്ണം കൊണ്ടുപോകുന്നതിന്റെ റോളാണ് പരമേശ്വരൻ അവിടെ മൂപ്പനാറിന്റെ മുമ്പിൽ അഭിനയിക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് കഥയെന്ന് പറയുന്നതാ. നറേറ്റർ ഓഫ് ദ പ്ലേ എന്താണ്? നറേറ്റർ എന്ന് പറയുന്നത് പരമേശ്വരനാണ്. അയാളൊരു ചാക്യാരാണ്. അയാൾ നല്ലപോലെ സംസാരിക്കാൻ കഴിവുള്ളൊരു മനുഷ്യനാണ്. അയാളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ആക്ടിംഗ് ആണ്. കൂത്ത് പെർഫോം ചെയ്യുന്നതാണ് അയാളുടെ ജോലി എന്ന് പറയുന്നത്. നല്ലപോലെ വോയിസ് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള മനുഷ്യനാണ്. സോ അയാൾ പറയുന്നുണ്ട് എനിക്ക് നല്ലപോലെ വോയിസ് ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ അറിയാം, വോയിസ് കൊടുക്കാനൊക്കെ നല്ലപോലെ എനിക്ക് അറിയാം, നല്ലപോലെ എനിക്ക് ഡ്രമാറ്റിക്കൽ പെർഫോമൻസ് നല്ലപോലെ ചെയ്യാൻ അറിയാം. അയാളുടെ വൈഫിനെ നങ്ങ്യാർ എന്നാണ് ഇവിടെ പറയുന്നത്. ചാക്യാരുടെ വൈഫ് നങ്ങ്യാർ. അപ്പം അവരുമായിട്ട് വഴക്കുണ്ടാക്കിയാണ് ഇയാൾ ഫോറസ്റ്റിൽ അകപ്പെട്ട് പോകുന്നത്. അപ്പം അവിടെ വെച്ചിട്ടാണ് ഇയാൾ ആരെ കാണുന്നത്? മൂപ്പനാരിനെയും വുഡ്സ്മാനെയും കാണുന്നത്. അവസാനം അവിടെ വെച്ച് അവർക്ക് വേണ്ടി ഇയാളൊരു ഒറ്റയാനായിട്ട് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അയാളുടെ നാടകം എന്താണ്? അവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നു എന്നുള്ള നാടകമാണ് ഇയാൾ അഭിനയിക്കുന്നത്. പിന്നെ പരമേശ്വരൻ എന്തുകൊണ്ടാണ് ഒറ്റയാനുമായിട്ട് നമ്മൾ പരമേശ്വരനെ എന്തിനാ കമ്പയർ ചെയ്യുന്നത്? അപ്പം പരമേശ്വരൻ, അതായത് ചാക്യാർ പറയുന്നുണ്ട് ഇയാള് ഭാര്യയുമായിട്ട് വഴക്കിട്ട് വെളിയിറങ്ങിയതാണല്ലോ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് എനിക്ക് ഈ ഓർഡിനറി ലൈഫൊന്നും വേണ്ട. അയാളൊരു പെർഫോമൻസിന് ശേഷം ഭാര്യയുമായിട്ട് വഴക്കിട്ട് ഇറങ്ങിയേക്കുവാണ് കാട്ടിലോട്ട്. അയാൾ പറയുന്നത് എനിക്ക് ഇനിയിപ്പോൾ ഒരു ഓർഡിനറി ലൈഫൊന്നും വേണ്ട. ഇയാളുടെ വൈഫിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ, അതിലൊക്കെ കുറ്റം കണ്ടുപിടിച്ചിട്ട് ഇയാൾ പെണ്ണുമ്പിള്ളയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഇയാൾ വീട് വിട്ട് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഇയാൾ ഇറങ്ങി പോകുന്നത്. അപ്പം ഇയാൾ ആ സമയത്താണ് ഒരു ഫോറസ്റ്റിൽ അകപ്പെട്ട് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് വുഡ്സ്മാനെ കാണുന്നത്. അയാളുടെ അടുത്ത് കൊണ്ടുപോയി മൂപ്പനാറിൻ്റെ കൊണ്ടു കൊടുക്കും. മൂപ്പനാറിനെ പരിചയപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് എന്താണ്, ഗോഡസ് കാളിക്ക് സാക്രിഫൈസ് ആവാൻ പോവാന്ന് മനസ്സിലാക്കിയപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? നമ്മുടെ ചാക്യാർ അയാളുടെ ബുദ്ധി ഉപയോഗിച്ച് ഇയാളൊരു ആനയെ പോലെ അഭിനയിച്ച് കാണിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഒറ്റയാനെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയാന്മാരെന്നിങ്ങനെയാണ്, ബാക്കി ആ ആനകളെല്ലാം ഒറ്റയ്ക്കേ നിൽക്കത്തുള്ളൂ. ബാക്കി ആന കൂട്ടത്തിനിടയിൽ നിൽക്കത്തില്ല. അവരെല്ലാം മാറി മാറി സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടേ നിൽക്കൂ.
സോ ഇയാൾ ഇത്രയും നാള് ഡ്രാമയൊക്കെ കളിച്ച് എല്ലാവരുടെയും അപ്രീസിയേഷനൊക്കെ വാങ്ങി ഫാമിലി ലൈഫൊക്കെ ലീഡ് ചെയ്ത് നടന്ന മനുഷ്യൻ പെണ്ണുമുള്ളയായിട്ട് വഴക്കുണ്ടാക്കി ഇയാൾ ഒറ്റയ്ക്ക് ഒരു കാട്ടിലകപ്പെട്ടപ്പോൾ ഇയാൾ എന്തൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തു. അതിനെ ഇയാൾ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്, അതാണ് ഒരു ഒറ്റയാനെ പോലെ. അതാണ് ഈ ഒരു ഇതിനകത്ത് കമ്പയർ ചെയ്തേക്കുന്നത്. ഇയാൾ ഒറ്റപ്പെട്ടു പോയല്ലോ, വേറെ ഹ്യൂമൻ ബീങ്സ് ആരുമില്ല. അപ്പം അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇയാൾ ഒറ്റപ്പെട്ടു പോയപ്പം ഇയാൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്തത്, ഒരു ഒറ്റയാനെ പോലെ. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ വുഡ്സ്മാൻ്റെയും മൂപ്പനാറിൻ്റെയും കാര്യം പറയുവാണെങ്കിൽ പരമേശ്വരൻ ചാക്യാർ വുഡ്സ്മാനെ കാണുന്നുണ്ട് ഫോറസ്റ്റിൽ രാത്രിയിൽ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇയാളൊരു സേഫ് പ്ലേസ് നോക്കി നടക്കുമായിരുന്നു ഈ ഒരു ഡേഞ്ചറസ് ഫോറസ്റ്റിൽ. വുഡ്സ്മാനെ കാണുമ്പോൾ ഇയാൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒന്ന് റിലീവ്ഡ് ആവും, ആശ്വസിക്കും. പക്ഷേ വുഡ്സ്മാൻ എന്ത് ചെയ്യും, മൂപ്പനാറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇയാളെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് ഗോഡസ് കാളിയുടെ ഫ്രണ്ടിൽ. അപ്പം ഈ വുഡ്സ്മാനെയും മൂപ്പനാറിനെയും നമ്മുടെ ചാക്യാർ എന്ത് ചെയ്തു, കളിപ്പിക്കുവാണ്, ട്രിക്കിയാണ് ചെയ്യുന്നത്. എന്താണ്, ഒരു ഹെവി ലോഗ് എടുത്തിട്ട്, അതായത് ഒരു തടിക്കഷ്ണം എടുത്തിട്ട് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നു. അപ്പം എന്താണ് ഇത് കാണിക്കുന്നത്, ഒരാൾ ഒറ്റയ്ക്ക് ഒരു പരിചയമില്ലാത്ത വഴിയിലോ അല്ലെങ്കിൽ സ്ഥലത്തോ ചെന്നുപെട്ട അയാൾക്ക് പ്രശ്നങ്ങളോ ഉണ്ടാകും. പക്ഷെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഈ അതിജീവിക്കുന്നതെന്ന് ചാക്യാർ നമുക്ക് കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. അയാളുടെ ക്ലവർനെസ്സിലൂടെ അല്ലെങ്കിൽ വിറ്റിലൂടെ, ഇന്റലക്റ്റിലൂടെ. ഇപ്പൊ ചാക്യാർ അയാൾ ആദ്യം തന്നെ പറയുന്നുണ്ടല്ലോ വളരെ ക്ലിയർ ആണെന്ന്, വളരെ ക്ലവർ ആണെന്നും കോൺഫിഡന്റ് ആണെന്നും. സോ അത് നമുക്കിവിടെ തെളിയിച്ചു തരുവാണ് ചെയ്യുന്നത്. സ്റ്റേജിൽ മാത്രമല്ല ലൈഫിലും ഇയാൾ എന്താണ്, ക്ലവർ ആണ്. ഇതിനകത്ത് ഡ്രമാറ്റിക് ടെക്നിക്സ് യൂസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്ലാസിക്കൽ ഇന്ത്യൻ ഡ്രാമയുടെ ടെക്നിക്സ് ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. ചാക്യാരാണ് ഓട്ടം തുള്ളൽ എന്നുള്ള ഡ്രമാറ്റിക് ഫോം നടത്തുന്ന ആളാണ് ചാക്യാർ. അത് ഡയലോഗ്സ് ഒക്കെ നല്ലപോലെ പറയുന്നുണ്ട്. 2 ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിനെ ഇയാൾ കളിപ്പിക്കുന്നുണ്ട് അല്ലേ, വീട് വെച്ചുതരാന്നൊക്കെ പറഞ്ഞ്. ഡയലോഗ് എന്ന് പറയുന്നത് എന്തിലാണ്, വേർഡ്സ് ആയിട്ട്, അതായത് പോയറ്റിക് ഫോമിലാണ് ഇയാൾ എഴുതിയേക്കുന്ന ഡയലോഗ്സ്. പിന്നെ ഇൻ ദ എൻഡ് ഇയാൾ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അതായത് ആരും ജയിച്ചിട്ടില്ല, ആരും തോറ്റിട്ടില്ല. പിന്നെ ഈ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ഓഡിയൻസിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് അവസാനം സംസാരിക്കുന്നത്, ഒരു പ്ലേയുടെ അവസാനം, അതിനെ ഭരതവാക്യം എന്നാണ് പറയുന്നത്. അതൊരു ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ ഒരു ഫോമാണ്. ഭരതവാക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടർ സ്വയം അയാളുടെ വേർഡ്സ് എന്ത് ചെയ്യുന്നു, ആ ഒരു സ്റ്റോറിയുടെ മോറൽ സ്റ്റോറി പറയാൻ വേണ്ടി, ഓഡിയൻസിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഭരതവാക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഒരു പ്ലേയുടെ എൻഡിങ്ങിൽ അതിനകത്ത് മെയിൻ ആക്ടർ ഈ ഒരു സ്റ്റോറിയെക്കുറിച്ചൊരു കമന്റ് പോലെ പറയുവാണ്. ഈ സ്റ്റോറിയുടെ മോറൽ എന്താണ്, എന്ത് ലെസൺ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നു എന്നുള്ള ഡയലോഗ് പറയുന്ന ആ ഒരു കാര്യത്തിനെയാണ് ഭരതവാക്യം എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് അതിൻ്റെ അതേ മോഡൽ. അത് ഈ സാൻസ്ക്രിറ്റ് ഡ്രാമാസിൽ വരുന്നതാണ് ഭരതവാക്യം. സാൻസ്ക്രിറ്റ് ഡ്രാമാസിൽ മാത്രം കാണപ്പെടുന്ന ഒരു ടെക്നിക്കാണ്. അതേ ടെക്നിക്കാണ് നമ്മുടെ കാവാലം നാരായണ പണിക്കർ ഈ ഒരു ഡ്രാമയിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. പിന്നെ പരമേശ്വരൻ പറയുന്നുണ്ട് ഇത് നമ്മുടെയും കൂടി സ്റ്റോറിയാണെന്ന്, ഓഡിയൻസിനെ നോക്കി പറയുന്നുണ്ട്, ഇത് നമ്മുടെയും കൂടെ സ്റ്റോറിയാണെന്ന് പറയുന്നുണ്ട്. അതെന്താ അങ്ങനെയെന്ന്. അപ്പം പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു ക്ലവർ പെർഫോമറാണ്. അയാളുടെ ഡെയിലി ലൈഫ് വിട്ടിട്ട് വൈഫുമായിട്ട് വഴക്കിട്ടിട്ട് ഒരു ജേണിയിലോട്ട് അയാൾ തിരിക്കുവാണ്. ഫോറസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ജേണിയാണ് അയാൾക്ക്. അപ്പം അത് അയാളുടെ സ്ട്രെങ്തിനെയും അയാൾ എന്തുമാത്രം വൾണറബിൾ ആകുന്നു ഇതുപോലെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഇയാൾ പെരുമാറുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുവാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളുടെ ക്ലവർനെസ് കൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇയാൾ വളരെയധികം ഷ്രൂഡാണെന്ന് നമുക്ക് അവസാനം മനസ്സിലാവുന്നുണ്ടല്ലേ. ഇയാൾ സ്വയം എന്താണ്, ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ്. ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന്, അഡ്വഞ്ചറസ് ആയിട്ടൊരു ജേണിയിൽ നിന്ന് അയാൾ നിന്ന് പൊരുതി അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്, ഒരു ഡ്രാമ കളിച്ച് അല്ലേ. പിന്നെ ഇതിനകത്ത് തീം എന്താണ് അല്ലെങ്കിൽ മെറ്റഫർ എന്താണെന്ന് ചോദിച്ചാൽ എന്തെഴുതാം. ലോൺ ടസ്കർ എന്ന് പറയുന്നത് തന്നെ ഒരു മെറ്റഫറാണ്. അതായത് ഇൻഡിവിജ്വൽസിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം അവരവരുടെ ലൈഫിൽ. അതായത് അവരവരെ രക്ഷിക്കാൻ അവരവരെ ഉള്ളെന്നുള്ള കാര്യം ഇൻഡിവിജ്വൽസ് നോക്കണം. അതുമാത്രമല്ല, ഒരു ഇൻഡിവിജ്വലിന് ഒരുപാട് റോൾസ് ചിലപ്പം ജീവിതത്തിൽ കളിക്കേണ്ടി വരും. ചാക്യാർ ഇയാൾ സ്റ്റേജിൽ മാത്രം പെർഫോം ചെയ്തിരുന്ന ആളാണ് പരമേശ്വരൻ. അവസാനം ഒരു നിക്കക്കളി ഇല്ലാതായപ്പോൾ അയാൾക്ക് രക്ഷപ്പെടണമെന്ന് തോന്നിയപ്പോൾ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തോന്നിയപ്പോൾ അയാൾ ജീവിതത്തിലും അഭിനയിച്ചു. എന്തായിട്ട്, ഒരു ഒറ്റയാനായിട്ട്. അതായത് തടി കൊണ്ട് കൊടുക്കുന്ന, അതായത് ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുന്ന തടി ക്യാരി ചെയ്യുന്ന ഒറ്റയാനായിട്ട് ഇയാൾ അഭിനയിക്കുകയാണ് ചെയ്ത് മൂപ്പനാറിന്റെ ഫ്രണ്ടിൽ അല്ലേ. ഡ്രാമ കണ്ട് ഇയാളെ വെറുതെ വിടുവാണ് ആര് ചെയ്യുന്നത്, മൂപ്പനാർ ചെയ്യുന്നത്. നറേറ്റർ എന്ന് പറയുന്നത് പരമേശ്വരൻ തന്നെയാണ്. ഒരു ഇൻഡിവിജ്വലിന്റെ ജേണിയെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഫെമിലിയർ സ്റ്റേജ് വിട്ടിട്ട് അയാൾ ഫാർ അവേ പ്ലേസിൽ പോയി പുതിയൊരു രീതിയിൽ എങ്ങനെയാണ് ഇയാൾ പ്രസന്റ് ചെയ്തത്, ഇയാളെ
പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു എവരിമാൻ ആണ്. അയാളുടെ ഈ ഒരു അഡ്വഞ്ചർ ഉണ്ടല്ലോ, ഈ ഒരു ഫോറസ്റ്റിലേക്കുള്ള യാത്ര ഇത്ര ദുഷ്കരമാവുമെന്നൊന്നും പരമേശ്വരൻ അറിഞ്ഞിരുന്നില്ല. അയാൾക്കൊരു പുതിയ പാത്ത് വേണം. അയാൾ സമാധാനം കിട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. പക്ഷെ അപ്പോഴാണ് ഇയാൾ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്തത്, അതായത് വുഡ്സ്മാനെയും മൂപ്പനാറിനെയും. അയാൾ അവിടുന്ന് സ്വയം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇയാൾ എടുത്തിട്ട് അയാളുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് വെച്ചിട്ട് അയാൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അയാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇയാൾ സ്വയം ഇയാളുടെ ലൈഫിൽ നിന്ന് ഇയാൾ തന്നെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഒരു പ്ലേ വിത്തിനെ പ്ലേ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രാമയാണ്. ആ ഡ്രാമയ്ക്കകത്ത് വേറൊരു പ്ലേ. ആ വേറൊരു പ്ലേ ഏതാണ്? ഇയാള് മറ്റേ മൂപ്പനാറിന്റെ ഫ്രണ്ടിൽ നിന്ന് അഭിനയിക്കുന്നത്. ഓഡിയൻസിനെ ഡയറക്ട്ലി അഡ്രസ് ചെയ്യുന്നുണ്ട്. മിസ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എന്താണ് അവസാനം ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി പറയുന്നുണ്ട്. അതിനെയാണ് ഭരതവാക്യം എന്ന് പറയുന്നത്. പിന്നെ സൊസൈറ്റിയെക്കുറിച്ചും നമ്മുടെ എന്താണ് സൊസൈറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഇതുപോലെ ഓരോ ഡേഞ്ചറസ് ആയിട്ട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ തന്നെ രക്ഷപ്പെടാൻ നോക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ബ്രേവറി കൊണ്ടും ക്ലവർനെസ് കൊണ്ടും. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഒരൊറ്റയാനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണം. ജീവിക്കണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.